ഒരു നൂറ്റാണ്ടു മുൻപ് 1921 മെക്സിക്കോ സിറ്റിയിലെ പഴയ ബസിലിക്കയിൽ ഗ്വാഡലൂപ്പ മാതാവിന്റെ അത്ഭുത ചിത്രത്തിന് നേരെ ഒരു ആക്രമണം നടന്നു. കഴിഞ്ഞ 500 വർഷങ്ങളായി പ്രകൃതി ദുരന്തങ്ങളെയും ആക്രമണങ്ങളെയും തരണം ചെയ്ത് ശാസ്ത്രലോകത്തിന് വിസ്മയമായി ഒരു പഴക്കവുമില്ലാതെ പുതുമയോടെ നിലകൊള്ളുന്ന ഗ്വാഡലൂപ്പ മാതാവിന്റെ ചിത്രത്തിന് ഈ ആക്രമണത്തിൽ സംരക്ഷണമായി മാറിയത് യേശുവിന്റെ കുരിശായിരുന്നു. 1921 നവംബർ 14 രാവിലെ 10:30 പരിശുദ്ധ മറിയത്തിന്റെ അത്ഭുത ചിത്രം തകർക്കാനായി പൂക്കൾക്കിടയിൽ ഒരു അക്രമകാരി ഒളിപ്പിച്ച ഒരു ഡൈനാമൈറ്റ് ബോംബ് പൊട്ടിത്തെറിക്കുകയുണ്ടായി. മാർബിളിൽ തീർത്ത അൾത്താര പടികളും മെറ്റൽ നിർമ്മിതമായ മെഴുകുതിരി കാലുകളും നശിപ്പിക്കപ്പെടുകയും വ്യാപക കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ അൾത്താരയിലെ കുരിശ് വെടിയേറ്റ നിമിഷം താഴെ വീഴുകയും പ്രത്യേക രീതിയിൽ വളയുകയും ബുള്ളറ്റിന്റെ പരിശുദ്ധ മറിയത്തിന്റെ നേർക്കുള്ള പ്രയാണം തടയുകയും ആയിരുന്നു. പരിശുദ്ധ മറിയത്തിന്റെ ചിത്രത്തെ മറച്ചിരുന്ന ഗ്ലാസ് പോലും തകർക്കപ്പെട്ടില്ല. വളഞ്ഞ കുരിശ് ഇന്നും ബസിലിക്കയിൽ വണക്കത്തിലുണ്ട്. തന്റെ അമ്മയെ സംരക്ഷിച്ച ക്രിസ്തു എന്നറിയപ്പെടുന്ന പ്രസ്തുത കുരിശിന് ആക്രമണത്തിന്റെ വിശുദ്ധ കുരിശ് എന്നും പേരുണ്ട്. വിശുദ്ധ ജുവാൻ ഡിയേഗോയ്ക്ക് ലഭിച്ച മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണമായി അദ്ദേഹത്തിന്റെ മേലങ്കയിൽ തെളിഞ്ഞുവന്ന ഗ്വാഡലൂപ്പ മാതാവിന്റെ ചിത്രത്തിന് അതോടെ പുത്രനായ യേശുവിന്റെ ഒരു അത്ഭുത സ്ഥിരീകരണം കൂടി കൈവരികയും ചെയ്തു.